പ്രിൻസിപ്പളിനോട് കൂട്ടുന്ന മെത്തേഡാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ഇയർ ആവുമ്പോൾ എനിക്ക് അവിടെയും എനിക്ക് എന്ത് കിട്ടും? ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞു? ഏതെങ്കിലും ഒരു കോമൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് എന്ത്? ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആരെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ് കൃത്യമായിട്ട് ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരാവൂ. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് 10% പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും, അതായത് ഒന്നാമത്തെ വർഷവും 500 രൂപയായിരിക്കും, രണ്ടാമത്തെ വർഷവും 500 ആയിരിക്കും, മൂന്നാമത്തെ വർഷവും എല്ലാ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. എന്നാൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്, ഒരു 10,000 റുപ്പീസ് എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ഞാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയാൻ പോകുന്നത് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്തിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. പാസ്കൽ ട്രയാങ്കിളിൻ്റെ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ട്രീ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ റേഷ്യോ മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡൊന്നും നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മെത്തേഡ് വെച്ചുള്ള ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ട്രഡീഷണൽ മെത്തേഡ് നമ്മുടെ ഇക്വേഷൻ വെച്ചുള്ളത് രണ്ടാമത് നിങ്ങൾക്ക് പിന്നൊരു ക്ലാസ് ആയിട്ട് തരാം. ഇപ്പം നമുക്ക് പ്രിലിംസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ചില മെത്തേഡുകളും ചില വെറൈറ്റി ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അപ്പോൾ നമുക്ക് നമ്മൾ എല്ലാ മെത്തേഡും പഠിക്കും കേട്ടോ. പാസ്കൽ ട്രയാങ്കിളിൻ്റെ മെത്തേഡ് നമ്മൾ പഠിക്കും, അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ട്രീ മെത്തേഡ് നമ്മൾ പഠിക്കും, ആ ട്രീയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, റേഷ്യോയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെയിലിംഗ് ഫാക്ടർ, അതായത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ജോമെട്രി പ്രോഗ്രഷൻ GP ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടൊന്നും നിങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞു വരുമ്പോൾ വളരെ സെറ്റാവും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എമൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എന്താണ് എമൗണ്ട് എന്നറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രം. എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇൻട്രസ്റ്റും കൂടെ ചേരുമ്പോഴാണ് എന്തായി മാറുന്നത്, എമൗണ്ട് ആയി മാറുന്നത് എന്നറിയാം. ആദ്യം എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്താണ് എന്ന് പറയാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഒരു 10,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. 10,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക്, ഇപ്പം ഞാൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ്, എൻ്റെ പ്രിൻസിപ്പളാണ് കേട്ടോ. ഫസ്റ്റ് ഇയറിൽ അവൻ എനിക്ക് എത്ര തരും? എനിക്ക് 10% ഇൻട്രസ്റ്റ് എനിക്ക് തരും. ബാങ്ക് എനിക്ക് എത്ര തരും? 10% ഇൻട്രസ്റ്റ്. അതായത് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് 10,000-ൻ്റെ 10% ആയിട്ടുള്ള 1000 രൂപ എനിക്ക് പലിശയായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? 10,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 1000 രൂപ എനിക്ക് എന്തായിട്ട് കിട്ടി? ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ. ഇനി സെക്കൻഡ് ഇയറിൽ എൻ്റെ പ്രിൻസിപ്പൾ എന്തായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ഇയറിലിട്ട 10,000 രൂപയും ഫസ്റ്റ് ഇയറിൽ എനിക്ക് കിട്ടിയ 1,000 റുപ്പീസും കൂടെ ചേർന്ന് 11,000. എങ്ങനെയാണ്? ഫസ്റ്റ് ഇയറിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത 10,000 റുപ്പീസ് പ്ലസ് എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റും കൂടെ ചേർന്ന എൻ്റെ കാശ് എത്രയായിട്ട് മാറും? അത് 11,000 ആയി മാറും. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓരോ വർഷം കൂടുന്തോറും പലിശ കണക്കാക്കും, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എന്തിനോട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും? പ്രിൻസിപ്പലിനോട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ.
ഇപ്പം നോക്ക്, സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ എൻ്റെ പ്രിൻസിപ്പൾ ഇത്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? എന്നിട്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സെക്കൻഡ് ഇയർ കിട്ടുന്ന എനിക്ക് ഇൻട്രസ്റ്റ്, ഞാൻ 11,000 രൂപയാണ് എനിക്ക് അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്. അതിൻ്റെ 10% ആണ് എനിക്ക് തരുന്നത്. അതിൻ്റെ 10% തരും. അതിൻ്റെ 10% എത്രയാണ്? 1,100 രൂപ. ഒരു 0 ഒഴിവാക്കുമ്പോൾ 10% കിട്ടും, 1,100 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ തേർഡ് ഇയർ തുടക്കം, അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ തേർഡ് ഇയർ എന്ന് പറയുന്നത്, എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എനിക്ക് 11,000 റുപ്പീസ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഒരു 1,100 എനിക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അത് എന്ത് ചെയ്തു? പ്രിൻസിപ്പളിനോട് എന്ത് കൂട്ടി? ഇൻട്രസ്റ്റ് കൂട്ടി. പുതിയ പ്രിൻസിപ്പളായിട്ട് 12,100 റുപ്പീസ് എന്ന് പറഞ്ഞു. കണ്ടോ, ഓരോ വർഷവും ഇൻട്രസ്റ്റ് കണക്കാക്കും. എന്തിനോട് കൂട്ടും? പ്രിൻസിപ്പളിനോട് കൂട്ടുന്ന മെത്തേഡാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ തേർഡ് ഇയർ ആവുമ്പോൾ അവിടെയും എനിക്ക് എന്ത് കിട്ടും? 10% എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഏതിൻ്റെയാണ്? ഇതിൻ്റെ 10% ആണ് കിട്ടുന്നത്. ഇതിൻ്റെ 10% 1,210. ഒരു 0 ഒഴിവാക്കുമ്പോൾ 10% കിട്ടും. 1,210 ആണ് 10% എന്ന് പറയുന്നത്. അപ്പോൾ അതും കിട്ടിയേ, 10% കിട്ടിയേ. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ നോക്ക്, ഇനി എന്ത് ചെയ്യണം? നമുക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ കാലാവധി പൂർത്തിയാകുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ഇതിന് തൊട്ട് മുമ്പ് 1 to 100 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 1,210 രൂപയും കൂടെ ചേർത്ത് 13,310 രൂപ എനിക്ക് എന്ത് കിട്ടും? കാശായിട്ട് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് എത്ര? 3,000 കിട്ടത്തുള്ളൂ. ഇവിടെ 310 രൂപ അധികം കിട്ടി. അപ്പോൾ അതെന്താ? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. കണ്ടോ, ഈ ഫസ്റ്റ് ഇയർ കിട്ടിയ 1,000 റുപ്പീസ് ഇൻട്രസ്റ്റ്, സെക്കൻഡ് ഇയർ കിട്ടിയത് 1,100, തേർഡ് ഇയർ കിട്ടിയത് 1,210. ഓരോ വർഷവും എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. എന്താണ്? ഓരോ വർഷവും അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. വർഷം തോറും മാത്രമല്ല, 6 മാസം കൂടുന്തോറും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. 3 മാസം കൂടുന്തോറും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. എവരി 8 മന്ത്ലി, ഓരോ 8 മാസം കൂടുന്തോറും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതുപോലെ 4 മാസം കൂടുന്തോറും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്നിവിടെ ചെയ്യും. ഇന്നല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ട്. ഹാഫ് ഇയർലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, 8 മന്ത്ലി ഉണ്ട്, 4 മന്ത്ലി ഉണ്ട്. ഇനി ഏത് മന്ത്ലി ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നമ്മുടെ കൈവശം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇൻട്രസ്റ്റിനും എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? പലിശയ്ക്കും പലിശ തരുന്നതാണ് ആര്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ സെറ്റായി. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. സാധാരണ നോർമൽ കേസിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് എമൗണ്ട് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ P × 1 + R/100 the whole raised to n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. P × 1 + R/100 the whole raised to n എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത്. നമ്മുടെ ഇക്വേഷൻ മെത്തേഡിൽ ഇതാണ് സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്. ഈ ഇക്വേഷൻ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാൻ പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിലെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഞാൻ 10,000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 1 എഴുതി, ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്, 10/100 എന്ന് എഴുതി, ബൈ 3 ആണ്, 3 ഇയർ എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമുക്ക് 10,000 എഴുതി. ഇനി എന്താ വേണ്ടിയത്? നമുക്ക് ഇവിടെ 1 അല്ലേ, ഇവിടെ 100 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ 100/100 + 10/100 the whole raised to 3 എന്ന് എഴുതാം. ഇനി അടുത്തത് വീണ്ടും എന്താണ്? ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. 10,000 ഇൻറ്റു ഇത് 110 3 തവണ എഴുതണ്ടേ? 3 അല്ലേ, റൈസ് ടു 3 അല്ലേ. 110/100 ഇൻറ്റു 100 ഇൻറ്റു 100. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് 110 കിട്ടുന്നത് കേട്ടോ.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ 2 സീറോയും 2 സീറോയും ക്യാൻസലായിപ്പോയി, 2 സീറോയും 2 സീറോയും ക്യാൻസലായിപ്പോയി, ഈ സീറോയും ക്യാൻസൽ ചെയ്തു. ഇനി എന്തേ ഉള്ളൂ? 11 × 110 നമ്മൾ ചെയ്യുന്നു, 13310 എന്ന് ആൻസർ കിട്ടുന്നു. ഇതാണ് നമ്മളെ ട്രഡീഷണൽ മെത്തേഡിൽ എന്താണ് എമൗണ്ട് ഈക്വൽ ടു P × 1 + R/100 ദ ഹോൾ റൈസ് ടു n എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളെ ഒരു എന്ത് മെത്തേഡാണ്? നമ്മുടെ ഒരു ട്രഡീഷണൽ മെത്തേഡാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് നിങ്ങൾക്ക് സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് വെച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉപയോഗം ഉണ്ടാവത്തില്ല. നമ്മൾ വളരെ പീക്ക് ലെവൽ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ശരിയാവണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 10,000 ആയിരുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആയിരുന്നു, നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആയിരുന്നു. അതായത് ഞാൻ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അത് അടുത്ത വർഷം ഒരു വർഷം ആയപ്പോഴത്തേക്ക് എന്തായി? ഒരു വർഷം ആയപ്പോഴത്തേക്ക് അത് 11,000 ആയി അല്ലേ? 11,000 ആയി. പിന്നെ അതിനുശേഷം എത്രയായി? അത് 12,100 ആയി. അതിനുശേഷം അത് 13,100, അതായത് 13,310 ആയി അല്ലേ? ഇങ്ങനെയല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നോക്കിയാൽ 13,310, 12,100. ഓക്കെ, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു സീരീസാണ്. എന്ത് സീരീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു GP ആണ്. എന്താ GP? നിതിൻ GP എന്ന എൻ്റെ പേരിൻ്റെ ഉള്ള GP അല്ല. GP എന്ന് പറഞ്ഞാൽ അത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. എന്താണ്? ജോമെട്രിക് പ്രോഗ്രഷൻ. എന്താ ജോമെട്രിക് പ്രോഗ്രഷൻ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജോമെട്രിക് പ്രോഗ്രഷൻ എന്തെന്ന് പറയാൻ പോകുന്നു. 2, 4, 8, 16, 32 എക്സെട്ര ഇങ്ങനെ പോകുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. അതായത് എന്ത് ചെയ്തു? ഒരു കോമൺ നമ്പർ കൊണ്ട് 2 കൊണ്ട് ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തല്ലേ പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഒരു കോമൺ, നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചെന്താ? ഒരു കോമൺ നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീരീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്താ പറയുന്നത്? ജോമെട്രിക് പ്രോഗ്രഷൻ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു കോമൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് എന്തെന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് ആക്ച്വലി എന്താണ്? ഒരു GP ആണ്. എന്താണ്? ഒരു GP, ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഒരു കോമൺ നമ്പർ ഇവിടെ നിന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോണ്ടേ? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. ആ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന നമ്പർ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇപ്പം നോക്ക്, ഞാൻ 10,000 ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 11,000 കിട്ടി. അപ്പോൾ ആ നമ്പർ കണ്ടുപിടിക്കാൻ 11,000 / 10,000, അതായത് ഇത് എമൗണ്ട് ആണ് അല്ലേ? എന്താ എമൗണ്ട്? എന്താണ്? നമ്മുടെ പ്രിൻസിപ്പളും ഉണ്ട്, ഒരു വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ ചേർന്നാണിത്. എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ് നമ്മൾ ചെയ്തത്. എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ 3 പോയപ്പോൾ എന്ത് കിട്ടി? 11/10 കിട്ടി. അതായത് 1:1 ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക്. 1:1 അല്ല, 1.1 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്കെയിലിംഗ് ഫാക്ടർ. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കെയിലിംഗ് ഫാക്ടർ. അപ്പോൾ ഇതിനെ 1.1 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇത് കിട്ടി, വീണ്ടും 1.1 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇത് കിട്ടി, വീണ്ടും 1.1 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇത് കിട്ടി. ഇതെന്താണ് പറയുന്നതെന്നൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾ സെറ്റാവും കേട്ടോ. അതായത് ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രിൻസിപ്പിളിനെ ഒരു സ്കെയിലിംഗ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു വർഷത്തെ പൈസയായി. വീണ്ടും നമ്മളൊരു സ്കെയിലിംഗ് ഫാക്ടർ, അതായത് 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. വീണ്ടും 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. വീണ്ടും അടുത്തത് 1. അപ്പോൾ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീരീസാണ് എന്തെന്ന് പറയുന്നത് GP. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആക്ച്വലി ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, GP ആണ് എന്ന് മനസ്സിലായി. ഇനി ഈ GPയുടെ സ്കെയിലിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്.
ഈ നമ്മളിവിടെ എന്താ ചെയ്തത്? എമൗണ്ട് ബൈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചത്. അതിന് എമൗണ്ട് ആൻഡ് പ്രിൻസിപ്പിളൊക്കെ വേണമായിരുന്നു. ഒന്നും വേണ്ട, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? സ്കെയിലിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പോകുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര, എമൗണ്ട് എത്ര, പ്രിൻസിപ്പൽ എത്ര, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ആദ്യം GPയിൽ ഇത് കണക്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ പഠിക്കുമ്പോഴാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു 10%. അപ്പോൾ നോക്കിയിരിക്കണം എങ്ങനെയാണ് സ്കെയിലിംഗ് ഫാക്ടർ എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. 10% എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് 10/100 ആണ്. നമുക്കറിയാം ഇത് പ്രിൻസിപ്പളാണ്, ഇത് ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. 0 കട്ട് ചെയ്തു. ഇനി 1/10 ആണുള്ളത്. എന്താണ് ഇത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഇത് പ്രിൻസിപ്പളുമാണ്. എന്താ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? എമൗണ്ട് ബൈ പ്രിൻസിപ്പൽ. എന്താ എമൗണ്ട് എന്ന് പറഞ്ഞാൽ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രിൻസിപ്പൾ 10, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? 1. അപ്പോൾ എമൗണ്ട് ബൈ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 10, ഈ 10 + 1 ആണ് എമൗണ്ട് ബൈ പ്രിൻസിപ്പൽ 10. 11/10 എത്രയെന്ന് കിട്ടി? 1.1 ആണ് സ്കെയിലിംഗ് ഫാക്ടർ. അപ്പോൾ നമ്മൾ എന്താ ഇതിനകത്ത് നിന്ന് പറഞ്ഞത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും. ഒരെണ്ണം കൂടെ, ഒരു തവണ കൂടി ഞാൻ ഈ സ്കെയിലിംഗ് ഫാക്ടർ വേറൊരു പെർസെൻറ്റേജ് വെച്ചും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 20% ആണ്. ഞാൻ ഈ സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 20 എന്ന് പറഞ്ഞാൽ എന്താ? 20/100 ആണ്. 0 ക്യാൻസൽ ചെയ്തു അല്ലേ? 0 ക്യാൻസൽ ചെയ്തു. 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 2/10 ആണ്. സ്കെയിലിംഗ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു 12/10. ഇത് രണ്ടും കൂടെ കൂട്ടേണ്ടതാണ് മുകളിൽ അല്ലേ? 12/10. ദാറ്റ് മീൻസ് 1.2 ഈസ് ദ സ്കെയിലിംഗ് ഫാക്ടർ. കണ്ട, ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു കോമൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ആ ജോമെട്രി പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ആ കോമൺ നമ്പർ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത്. സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു. സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് സ്കെയിലിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. എന്താണ് സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ? സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാ? എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ്. എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ് സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ, ഇത് മനസ്സിലായി എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ചെയ്യാൻ പോണതെല്ലാം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് അസിസ്റ്റന്റ് കളക്ടർ എക്സാം ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CGL-ലും അതുപോലെ തന്നെ PSC-ക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള പല ഡിഗ്രി ലെവലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A certain sum of money becomes 2.25 times of itself in 2 years. Find the rate of interest if compounded annually. നേരത്തെ കൺസെപ്റ്റ് മനസ്സിലായവർക്ക് ഇത് ഞാൻ ഒരു തവണ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പട്ട അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കണം. എൻ്റെ കയ്യിൽ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഒരു എ സർട്ടൈൻ സം ഓഫ് മണി, ആ സമ്മിനെയാണ് ഞാൻ എന്ത് പറഞ്ഞത്? പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത്. ബിക്കം 2.25 ടൈംസ്, അതായത് 2.25 മടങ്ങായി ഓഫ് ഇറ്റ് സെൽഫ് ഇൻ 2 years. അതായത് പ്രിൻസിപ്പൾ ആദ്യം A1 എന്ന് പറയുന്ന എമൗണ്ട് ആയിട്ട് മാറി. പിന്നെ അതെന്തായി? A2 എന്ന് പറയുന്ന എമൗണ്ട് ആയിട്ട് മാറി. ഓരോ വർഷമാണ്. ഇത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇത് സെക്കൻഡ് ഇയർ കഴിഞ്ഞു, 2 വർഷം കൊണ്ട്. ആ A2 ആണ് എന്ത്? 2.25 ടൈംസ് ഓഫ് പി, അതായത് 2.25 ടൈംസ് പി. 2.25 പി എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേനും
ഈ പ്രിൻസിപ്പിളിൽ നിന്ന് ഈ A1 വരണമെങ്കിൽ ഒരു സ്കെയിലിംഗ് ഫാക്ടർ എക്സ് കൊടുക്കാം. സ്കെയിലിംഗ് ഫാക്ടർ എക്സ് എന്ന് കൊടുക്കാം. ഒരു എക്സ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഈ A1 നിന്ന് A2 വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് പിടി കിട്ടി? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, പി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ ആദ്യം ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പി ഇൻറ്റു എക്സ്, അടുത്തത് വീണ്ടും ഒരു എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 2.25 ടൈംസ് ഓഫ് പി എന്ന് പറയുന്ന സാധനം കിട്ടിയത്. സത്യം പറയാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മനസ്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് അല്ലേ സ്കെയിലിംഗ് ഫാക്ടർ. അപ്പോൾ ഈ പിയും പിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x² = 2.25 ടൈംസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്തായിരിക്കും? 2.25 ടൈംസ് ആയിരിക്കും. എത്രയായിരിക്കും? ഈ 2.25 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാണ്? 1.5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എന്ത് കിട്ടി? സ്കെയിലിംഗ് ഫാക്ടർ 1.5 എന്ന് കിട്ടി. പക്ഷേ സ്കെയിലിംഗ് ഫാക്ടർ അല്ല നമുക്ക് വേണ്ടത്, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നേരത്തെ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ 10/100 എന്ന് എഴുതിയിട്ട് 1 എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ എന്ന് എഴുതി നമ്മൾ 11/10 ആണ് എഴുതിയിട്ട് 1.1 എന്ന് പറയുന്ന സ്കെയിലിംഗ് ഫാക്ടറിലേക്കാണ് എത്തിയത്. ഇവിടെ നിന്ന് താഴേക്കാണ് വന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോകണം. എങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത് എന്നാണ് പറയാൻ പോണത്. ഇവിടെ 1.5 അല്ലേ ഇരിക്കുന്നത്. 1.5 മാറാൻ വേണ്ടിയിട്ട് ഇതിന് 15/10 എന്ന് എഴുതിക്കൂടെ? 15/10 ആണല്ലോ 1.5 എന്ന് പറയുന്നത്. ഒരു ഡെസിമൽ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 0 ഉള്ള നമ്പർ ഒരു ഡിവിഷൻ ചെയ്താൽ മതി. 15/10 ആണ് സംഭവം. ഇനി 15/10 എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ അല്ലേ? എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ് ഈ സാധനം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അല്ലേ വേണ്ടത്? ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൾ ആണ്. പ്രിൻസിപ്പൾ 10, അങ്ങനെയാണെങ്കിൽ 5/10 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അത് നമ്മുടെ ഇൻട്രസ്റ്റ്. അതായത് 10 രൂപയ്ക്ക് 5 രൂപ ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100, 0 പോയി എത്രയാണ്? 50% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പം ഇതാണ് മെത്തേഡ്. ഇത് പഠിച്ചാൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അടിക്കാം. ഒന്നുകൂടെ പറയാം, ആദ്യം മുതലേ ഒന്നുകൂടെ പറയാം, നമ്മളത് ക്ലിയർ ആക്കണം കേട്ടോ. അതായത് എന്തുണ്ടായിരുന്നു? ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ എന്തായി? A1 ആയി, അത് A2 ആയി. 2 വർഷമാകുമ്പോൾ 2x കൊണ്ട് ഇൻറ്റു ചെയ്തു. ആ A2 ആണ് 2.25 ടൈംസ് ഓഫ് പി എന്ന് പറയുന്നത്. അപ്പോൾ പീനെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്തു, വീണ്ടും ഒരു എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്തു. 2 വർഷമാകുമ്പോൾ x² കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 2.25 ടൈംസ് ഓഫ് പി എന്ന് കിട്ടി. പിയും ബിയും എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. x² = 2.25 എന്ന് കിട്ടി. x = റൂട്ട് ഓഫ് 2.25 ആയിരിക്കും. അതായത് എത്രയായിരിക്കും? 1.5 ആയിരിക്കും. 15ൻ്റെ സ്ക്വയറാണ് 225. അപ്പോൾ 1.5 കേട്ടോ. എന്താണ് 1.5? ഇതാണ് 1.5നെ ഇങ്ങനെ മാറ്റണം. എങ്ങനെ എഴുതണം? 15/10 എന്ന് എഴുതണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? നമ്മൾ വെട്ടിച്ചെറുതാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. 15/10 എന്ന് എഴുതണം. എന്നിട്ട് 5/10 എന്നാക്കണം അല്ലേ? എന്തുകൊണ്ട്? ഇത് എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ്. നമുക്ക് വേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൾ ആണ് വേണ്ടത് അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര? 10, ഇത് 5 എന്ന് കിട്ടും. അപ്പോൾ 5/10 ആണെങ്കിൽ ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ 50% എന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 50% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ക്വസ്റ്റ്യനും കൂടെ സെയിം മോഡലിൽ ചെയ്യാം. സെയിം മോഡലിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. നോക്കാം. A certain sum of money becomes 1.96 times of itself in 2 years. ഇപ്പോൾ 2 years ആണ്. പ്രിൻസിപ്പൾ ആയിരുന്നു, അത് A1 ആയി, വീണ്ടും അത് A2 ആയി. ഓക്കെ, 2 years എന്ന് പറയുമ്പോൾ തന്നെ x അല്ലേ? അപ്പോൾ x² ആണ് എന്ത്? 1.96 ടൈംസ് ഓഫ് പി ആണ് അല്ലേ? അപ്പോൾ എന്താണ് x² എന്ന് പറയുന്നത്? 1.96 എന്ന് ഡയറക്റ്റ് പറഞ്ഞൂടെ? 1.96 ആണെന്ന് x² = 1.96. അപ്പോൾ x എന്തുമായിരിക്കും? അത് റൂട്ട് ഓഫ് 1.96 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? 1.96 റൂട്ട് എന്ന് പറയുമ്പം 196 സ്ക്വയറാണ്, 14ൻ്റെ സ്ക്വയറാണ്. അപ്പം 1.4 ആണ് സ്കെയിലിംഗ് ഫാക്ടർ. സ്കെയിലിംഗ് ഫാക്ടർ 1.4 കിട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 14/10 ആണ്. അതിനെ എങ്ങനെ എഴുതാം? 4/10 ഇൻറ്റു 100, 0 ക്യാൻസൽ, 40% പലിശ നിരക്ക്. കണ്ട, ഈസി അല്ലേ? ഒരു മെത്തേഡ് പിടികിട്ടിയില്ലേ?
അപ്പോൾ അത് ക്ലിയർ ആണോ എന്ന് നോക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടൈൻ സം ഓഫ് മണി ബിക്കംസ് 1, അതായത് കുറച്ച് ഒരു തുക 2 വർഷം കൊണ്ട് 1.96 മടങ്ങായി എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം അത്രയും മടങ്ങായി എങ്കിൽ പലിശ നിരക്ക് എത്ര എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ, എ സം ഓഫ് മണി ബിക്കംസ് 625/256, അതായത് 625/256 ആയി ഇറ്റ്സെൽഫ് ഇൻ 4 years. 4 വർഷം കൊണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 വർഷം കൊണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പള് A1, A1, A2, A3, A4. അപ്പോൾ എത്ര? ഒരു എക്സ് കൊണ്ട്, 2x കൊണ്ട്, 3x കൊണ്ട്, 4x. അതായത് x⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 625/256 വരുന്നത് അല്ലേ? 625/256 വരും. ഇനി ഈ x⁻, ഇത് ഏതിൻ്റെതാണ്? ഇത് ഏത് ⁻4 ആണെന്ന് നോക്കണം. 625 ഏത് ⁻4 ആണ്? 5/4 ആണ് അല്ലേ? 5/4 ഇത് 4/4 ആണ്. x⁻4 ആണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ⁻4 എല്ലാം പോകുമ്പോൾ 5/4 ആണ്. ഇത് 5/4 എന്ന് പറഞ്ഞാൽ എന്തുവാ? എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ് സാധനം. എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ ആണ് എങ്കിൽ നമുക്ക് എന്തിലേക്കാണ് പോവേണ്ടത്? നമുക്ക് ഇൻട്രസ്റ്റിലേക്കാണ് പോവേണ്ടത്. ഇൻട്രസ്റ്റിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/4 ആണ്. ഇൻറ്റു എത്ര കൊടുക്കുന്നു? 100 കൊടുക്കുന്നു. ക്യാൻസൽ ചെയ്യുന്നു. എത്രയെന്ന് കിട്ടുന്നു? 25% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 5/4 എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ. എന്തുകൊണ്ടാണ് ഇത് 1/4 ആയത് എന്നുള്ളത് ഓർമ്മിച്ചോണം. എന്തുകൊണ്ടാണ് ആയത്? എമൗണ്ട് ബൈ പ്രിൻസിപ്പൾ. എന്താ എമൗണ്ട്? എമൗണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൾ ആണ് തന്നെ. അതാണ്, അതായത് പ്രിൻസിപ്പൾ 4 ആണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 1. അങ്ങനെയാണ് 1/4 വന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ ചെയ്തത് ക്ലിയർ ആണോ നോക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എ പ്രിൻസിപ്പൾ ബിക്കംസ് ഓഫ് 3 years. ഇനി കുറച്ചുകൂടെ ഷോർട്ട് ആക്കും. 3 years എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x³ ആയിരിക്കും. x³ ആണ് 125/64 എന്ന് പറയുന്നത്. 125 ഏതിൻ്റെ ക്യൂബാണ്? x³ 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ്. 64 ഏതിൻ്റെ ക്യൂബാണ്? 4ൻ്റെ ക്യൂബാണ്. 4ൻ്റെ ക്യൂബാണ്. അപ്പം x = 5/4. നമുക്ക് എന്ത് വേണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ കാണുന്നത് സ്കെയിലിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/4 ആയിരിക്കും അല്ലേ? ഇത് എമൗണ്ട് ആണ്. ഇനി പറയില്ല കേട്ടോ, എമൗണ്ട് ബൈ പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇൻറ്റു 100ലേക്ക് കൊടുക്കാം. എന്ത്? 25% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. കുറച്ച് പാടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എ സർട്ടൈൻ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബിക്കംസ് ₹13,380 ആഫ്റ്റർ 3 years ആൻഡ് ₹20,070 ആഫ്റ്റർ 6 years. When the interest is compounded annually, find the sum. വളരെ, അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ച അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നോക്കാം. എ സർട്ടൈൻ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബിക്കം ₹13,380 ആഫ്റ്റർ 3 years. അപ്പോൾ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു 3 വർഷം, 3 year കൊണ്ട് അത് 13,380 ആയി. 3 വർഷം കൊണ്ട് 13,380 ആയി. ഓക്കെ, ഇനി ഇതേ പ്രിൻസിപ്പിള് 6 വർഷം, 6 year കൊണ്ട് അത് 20,070 ആയി മാറി. 20,070 ആയിട്ട് മാറി. അപ്പം നമുക്കറിയാം, എന്തറിയാം? ഇവിടെ നിന്ന് ഈ പിയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ, പിയിൽ നിന്ന് ഇതിലോട്ട് വരണമെങ്കിൽ 3 വർഷമല്ലേ? x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അല്ലേ? നമുക്ക് പിയിൽ നിന്ന്, അതായത് 3 വർഷമാണെങ്കിൽ, 1 വർഷമാണെങ്കിൽ x, 2 വർഷമാണെങ്കിൽ x², 3 വർഷമാണെങ്കിൽ x³. അപ്പം x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത് തന്നല്ല. ഇനി വീണ്ടും ഈ സാധനത്തിന് വീണ്ടും എത്ര ഉണ്ട്? ഇതിപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 3 വർഷമാണേ. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 3 വർഷം തന്നെ. ഇവിടെ നിന്ന് ഇതുവരെ 3, അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയും എത്ര തന്നെയായിരിക്കും? 3 വർഷമായിരിക്കും. എന്നാലേ 6 വർഷമാവുള്ളൂ. 3, 3, 6. അപ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 3 വർഷം. അപ്പോൾ ഈ സാധനത്തിന് ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്? x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇത്രയേ ഉള്ളൂ. അതായത് 13,380-നെ x³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി?
20,070 കിട്ടി. എക്സ് ക്യൂബ് കണ്ടുപിടിച്ചൂടെ? എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? സെറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇത് സെറ്റ് ആവുന്നില്ല എങ്കിൽ ഇനി വരാൻ പോകുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പാർട്ടെല്ലാം കണ്ടിട്ട് വന്നിട്ട് ഇതൊന്നുകൂടെ കാണണം കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല, ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബാക്കി പാർട്ട് ക്ലാസ്സുകൾ ഇതിനകത്ത് ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ട് കണ്ടിട്ട് എവിടോട്ട് വരണം? ഇതിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ നോക്കുക എക്സ് ക്യൂബ്. അപ്പോൾ നോക്കാം, എക്സ് ക്യൂബ് ഈക്വൽ ടു 270 ബൈ ഇതിനെ ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 13, 38, 0, 0, 0 വെട്ടിപ്പോയി. ഇനി ഇതാണ് വരുന്നത്. എത്ര കിട്ടും? 3. 3/2 ആണെന്നാണ് തോന്നുന്നത്. 3/2. അതിന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. 3/2 ആണ് എനിക്ക് വരുന്നതെന്ന് തോന്നുന്നു. 3/2 ആണ് തന്നെ നോക്കുക. ഓക്കെ, ഇതപ്പോൾ ഇതെനിക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് 3/2, അതായത് എക്സ് ക്യൂബിൻ്റെ വാല്യൂ എനിക്ക് 3/2 എന്ന് കിട്ടി. എക്സ് ക്യൂബിൻ്റെ വാല്യൂ ആണ് എനിക്ക് എത്രയെന്ന് കിട്ടിയത്? 3/2 എന്ന് കിട്ടിയത്. എനിക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ സം. അതായത് എനിക്ക് പ്രിൻസിപ്പിൾ എത്രയെന്ന് അറിയണം. അതായത് പ്രിൻസിപ്പിളിനെ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 13,380 കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുള്ളൂ. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ഇതിന് മുമ്പ് ചോദിച്ചതും അങ്ങനെയാണ്, ഇനി ചോദിക്കുന്നതും അങ്ങനെയായിരിക്കും. അപ്പോൾ പ്രിൻസിപ്പിളിനെ എക്സ് ക്യൂബ്, അതായത് ഈ പ്രിൻസിപ്പിളിനെ എക്സ് ക്യൂബ്, അതായത് 3 വർഷം എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ സാധനം വരുന്നത് തന്നല്ലോ. അപ്പോൾ പ്രിൻസിപ്പിളിനെ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എക്സ് ക്യൂബ് ഈക്വൽ ടു നമുക്കറിയാം, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാം, പ്രിൻസിപ്പൾ എക്സ് ക്യൂബ് ഈക്വൽ ടു എത്രയെന്ന് അറിയാം നമുക്ക്? 3/2 എന്നറിയാം. അപ്പോൾ P × 3/2 ഈക്വൽ ടു 13,380. P ഈക്വൽ ടു 13,380. ഇതിപ്പുറത്ത് വരുമ്പോൾ നേരെ എന്ത് ചെയ്യും? തല തിരിയും, ഡിവൈഡ് ബൈ 3 ആവും. ഓക്കെ, അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8,920 ആണ് വരുന്നത് എന്ന് വിചാരിക്കാം. 8,920 ആണ് നമ്മുടെ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഒരിക്കൽ കൂടി ഞാനിത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് നോക്കൂ. ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക? അത് ക്ലിയർ ചെയ്യാം. ഒരിക്കൽ കൂടി ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു 3 വർഷം 3 ഇയർ കൊണ്ട് അതെന്തായി? 13,380 ആയി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. വീണ്ടും അതേ പ്രിൻസിപ്പൾ 6 വർഷം കൊണ്ടാണ് എങ്കിൽ 20,070 ആയി എന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 3 ഇയർ. ഇവർ തമ്മിലുള്ള ഗ്യാപ്പും 3 ഇയർ. 3 ഇയർ ആണെങ്കിൽ അവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് ക്യൂബ്. ഓരോ വർഷമാണെങ്കിൽ എക്സ് അല്ലേ? അപ്പോൾ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇത് കിട്ടുന്നത്. നമുക്ക് എക്സ് ക്യൂബ് എത്രയെന്ന് കണ്ടുപിടിച്ചൂടെ? 13,380 എന്ത് എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20,070 എന്ന് വരും. അപ്പോൾ എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ 20,070 ഡിവൈഡഡ് ബൈ 13,380 ചെയ്താൽ മതി അല്ലേ? 13,380 നമ്മൾ ചെയ്യും. എത്ര കിട്ടും? നമ്മളിത് വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് 3/2 എന്നാണ് വരുന്നത്. എക്സ് ക്യൂബ് ഈക്വൽ ടു 3/2 എന്ന് വന്നു. അപ്പോൾ ഇനി പ്രിൻസിപ്പിളിനെ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആര് വരുന്നത്? 13,380 എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ ഇൻറ്റു 3/2 ചെയ്യുമ്പോഴാണ് 13,380. അപ്പോൾ പ്രിൻസിപ്പൾ ഈക്വൽ ടു 13,380 ഇൻറ്റു എന്താവും? 2/3 ആവും കേട്ടോ. 8,920 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 8,920 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരൊറ്റ ചോദ്യം കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ മോഡലിലുള്ള കുറച്ച് പീക്ക് ലെവലിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. എ സർട്ടൈൻ സം ഓഫ് മണി എമൗണ്ട്സ് ടു ₹2,800 in 10 years and ₹3,500 in 15 years at the certain rate of interest compounded annually. Find the principal. ഈ കണ്ടന്റ്, ഈ പറഞ്ഞ സാധനം അതുപോലെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, 10 വർഷം, 10 ഇയർ കൊണ്ട് 2,800. ഇതേ പ്രിൻസിപ്പള് 15 ഇയർ കൊണ്ട് 3,500. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 5 ഇയർ. 5 ഇയർ എന്ന് പറഞ്ഞാൽ x⁵5. പക്ഷെ ഇവിടെ x⁻10 അല്ലേ? 10 വർഷമല്ലേ? അതിനെ നമുക്ക് 2 5 ഇയർ ആക്കി മാറ്റിക്കൂടെ? അതാണ് കൺസെപ്റ്റ്.
അതായത് പ്രിൻസിപ്പൾ എന്തായി, A5 ആയി, അത് കഴിഞ്ഞാണ് A10 ആയത് തന്നെ. അപ്പോൾ A5 വരാൻ x⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനും x⁵5. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനെ എക്സാമിന് ചോദിക്കുള്ളൂ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പം നമുക്ക് പിടികിട്ടും ഈ 2800-നെ x⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3500 കിട്ടും. അതുപോലെ തന്നെ പ്രിൻസിപ്പളിനെ x⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ A5 കിട്ടും. A5-നെ വീണ്ടും x⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2800 കിട്ടും. അതിൽ നിന്ന് നമുക്ക് പ്രിൻസിപ്പൾ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, ആദ്യം നമുക്ക് x⁵5 കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടാകും നോക്കാം. 2800-നെ x⁵5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3500 കിട്ടും. ഓക്കെ, ഇനി x⁵5 കണ്ടുപിടിക്കാൻ 3500 ഡിവൈഡഡ് ബൈ 2800 ചെയ്യുന്നു, 0 പോകുന്നു. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 5 5 5 7 4 28 അല്ലേ. 5/7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/4 എന്ന് വന്നു അല്ലേ. അല്ലേ 5 നമുക്ക് 7 ഉണ്ടല്ലേ, 7 5 35 7 4 28. ഓക്കെ, 5/4 എന്നാണ് വന്നത്. അപ്പോൾ x⁵5 എന്ന് പറഞ്ഞാൽ x എത്രയെന്നൊന്നും കണ്ടുപിടിക്കേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. x⁵5 എത്രയെന്ന് കിട്ടി? 5/4 എന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പോകണം. നോക്കിയിരുന്നേ, പ്രിൻസിപ്പിളിനെ ഒരു x⁵5 അതായത് ഇൻറ്റു 5/4 ചെയ്തു, ഇൻറ്റു വീണ്ടും ഒരു 5/4 അല്ലേ. ആദ്യം A5 ആയി, വീണ്ടും ഒരു 5/4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2800. പ്രിൻസിപ്പൾ അല്ലേ ആവശ്യം? 2800 ഇൻറ്റു 4/5 ഇൻറ്റു 4/5. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് നോക്കാം. ഈ 5ഉം ഇതും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് പോകുമ്പോൾ എത്ര കിട്ടും? 5 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. 5 കൊണ്ട് ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 28 ആകുമ്പോൾ 5 30 30 ആകുമ്പോഴത്തേക്ക് 6 560 അല്ലേ. വീണ്ടും നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1, ഇതിനകത്ത് 1, ബാക്കി 10 2 112. 112 ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. 112 ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 112 ആകുമ്പോഴത്തേക്ക് 440 8 448 448 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 1792 എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ മെത്തേഡുകൾ ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കണം. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇത് ആദ്യം ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് ഫസ്റ്റ് പാർട്ടിനെ കാണണം. ലാസ്റ്റ് കണ്ടാൽ മതി. ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കുറച്ച് സെറ്റ് ആവാൻ പറ്റും. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്കൽ ട്രയാങ്കിൾ, റേഷ്യോ മെത്തേഡ്, ട്രീ മെത്തേഡ് എന്നൊക്കെ പറയുന്ന വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. അത് ഇച്ചിരി കുറച്ച് കൺഫ്യൂഷനുള്ള സാധനമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ഞാൻ പറഞ്ഞ ബേസ് സെറ്റായാൽ, കുറച്ച് സമയം പറഞ്ഞ ബേസ് നിങ്ങൾക്ക് സെറ്റായി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. ഉറപ്പ്, 100% ഷുവർ. ആ ബേസ് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. ബേസ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈവൊക്കെ വെച്ച് നമുക്ക് ആ ബേസ് ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരുന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും, ഡിവിഷണൽ അക്കൗണ്ടൻ്റ് അല്ലേ, സ്വന്തമാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി പഠിക്കുക. വീണ്ടും കാണാം. ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.